ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഇഡ്ഡലി തയ്യാറാക്കിയാലോ. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 6 ഇഡ്ഡലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്ന ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചില്ലി ഇഡ്ഡലി ആക്കി മാറ്റാം. ഇത് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഈ ഒരു ചില്ലി ഇഡ്ഡലി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചിയും 2 ടീസ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇഡ്ഡലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഇത് 2 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പോൾ വീട്ടിൽ നമുക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചില്ലി ഇഡ്ഡലിയാക്കി മാറ്റാം. ഇത് കണ്ടാൽ ശരിക്കും ചില്ലി പനീറാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇപ്പോൾ ചേർത്തത്. ഇതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഇപ്പോൾ ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 1.5 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സോയാ സോസിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ വിനാഗിരിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സാണ് ചേർക്കാനുള്ളത്. 2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇഡ്ഡലി ബാക്കി വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ശരിക്കും ചില്ലി പനീറാണെന്നേ തോന്നൂ. നല്ല ടേസ്റ്റിയുമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചില്ലി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്